സ്ട്രോക്ക് നമുക്ക് ബ്രെയിൻ അറ്റാക്ക് എന്ന് കൂടെ പറയാം. എന്താണ് സ്ട്രോക്ക്? സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈ ബ്ലോക്ക് ആവുക അല്ലെങ്കിൽ തടസ്സം പെടുന്നത് കാരണം ബ്രെയിനിലെ ന്യൂറോൺസിന് ഉണ്ടാകുന്ന ഡാമേജ് എന്നുള്ള ഒരവസ്ഥയാണ് സ്ട്രോക്ക്. മനസ്സിലാകുന്നുണ്ടോ? എന്താ ബ്രെയിൻ ബ്ലഡ് വന്നില്ലെങ്കിൽ സ്ട്രോക്ക് എന്താ സംഭവിക്കുക? ബ്രെയിനിൽ ന്യൂറോൺസിന് ആവശ്യമുള്ള ഓക്സിജൻ അവിടെ എത്തില്ല. ഓക്സിജൻ ഇല്ലെങ്കിൽ കോശങ്ങൾ ഡാമേജ് ആവും. ആ ഒരു അവസ്ഥയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഈ സ്ട്രോക്ക് ബ്രെയിനിന്റെ ഫങ്ഷനെ ബാധിക്കുന്ന എന്തൊരു ഡാമേജും പെർമനന്റ് ഡാമേജ് തന്നെ പറയാം. ഒരിക്കലും കോശങ്ങളെ രണ്ടാമത് നമുക്ക് റീജനറേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല. ലക്ഷക്കണക്കിന് ന്യൂറോൺസ് ബ്രെയിനിലുണ്ട്. ആ ബ്രെയിൻ ഫങ്ഷൻ ചെയ്യുന്നത് ഈ ന്യൂറോൺസിന്റെ ചെയിനായിട്ട് പാത്വേ ഉണ്ടാക്കി വെക്കുകയാണ്. ഓരോരോ ഇതിനും ഒരാൾ നല്ല ചിരിക്കുന്നുണ്ടെങ്കിൽ ആ ചിരിക്കുന്ന ഒരു പാത്വേ നല്ല ശക്തിയായിരിക്കും, അതായത് സ്ട്രോങ് ആയിരിക്കും. ഒരാൾ നല്ല ദേഷ്യപ്പെടുന്ന ഒരാളാണെന്ന് വെച്ചാൽ അയാളെ ആ ദേഷ്യപ്പെടുന്ന പാത്വേ ആയിരിക്കും നല്ല സ്ട്രോങ്. മനസ്സിലാകുന്നുണ്ടോ? ഒരു മാല കോർത്ത പോലെയാണ് ഇത് പാത്വേ വർക്ക് ചെയ്യുന്നത്. മിസ്സായി കഴിഞ്ഞാൽ ആ ഫങ്ഷൻ നടക്കില്ല. ഓക്കെ. സ്ട്രോക്ക് രണ്ടു തരമുണ്ട്. ഏതൊക്കെയാണെന്ന് ആർക്കറിയോ? ഇസ്കീമിക് ആൻഡ് ഹെമറേജിക്. ഹെമറേജിക് സ്ട്രോക്ക് മെയിൻലി 2 ടൈപ്സ് ആണ്, ഇസ്കീമിക് സ്ട്രോക്ക് ആൻഡ് ഹെമറേജ് സ്ട്രോക്ക്. ഹെമറേജിക് എന്ന് പറഞ്ഞാൽ ഈ ബ്ലഡ് സപ്ലൈയിലുള്ള പല ബ്ലഡ് വെസൽസ് ബേസ്റ്റ് ആകുക, അതായത് പൊട്ടുന്ന ഒരവസ്ഥ. ഇസ്കീമിക് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ഉണ്ടാവുക, അതായത് ബ്ലഡ് വെസൽസിൽ ഉണ്ടാകുന്ന ബ്ലോക്ക് കൊണ്ടുണ്ടാകുന്നത്. അതാണ് 2 ടൈപ്പാണ്, ഇസ്കീമിക് ആൻഡ് ഹെമറേജിക്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സ്ട്രോക്ക് ഇസ്കീമിക് ആണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഈസി ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതും ഇസ്കീമിക് സ്ട്രോക്ക് ആണ്. ബേസ്റ്റ് ആകുന്ന നേരം എന്താ പറഞ്ഞാൽ ഒരു കോളിഫ്ലവറിന് എല്ലാവരും ഒന്ന് മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. കോളിഫ്ലവറിന്റെ അതിൽ എന്തെങ്കിലും ഒരു മഷിയോ എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ ഫുള്ള് പടരൂലേ? അതേപോലെ തന്നെയാണ് ഹെമറേജ് സ്ട്രോക്കിൽ ബ്ലഡ് ഫുള്ള് പടരും. ആ സ്ഥലം മുഴുവൻ നമുക്ക് ഫങ്ഷൻസ് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വരും. അതിന്റെ എഡിമ കൂടിയിട്ട് ഉള്ള ഒരവസ്ഥ വരും. ഇനി അടുത്ത ട്രാൻസ് ഇസ്കീമിക് അറ്റാക്ക്, അതായത് TIA. ഇത് ഇമ്പോർട്ടൻ്റ് എന്താ പറഞ്ഞാൽ ഇതൊരു മെയിൻ സ്ട്രോക്ക് വരുന്നതിന് മുന്നേ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു സ്റ്റേജാണ് ട്രാൻസിയന്റ് ഇസ്കീമിക് അറ്റാക്ക്, TIA. ഇതൊരു മിനി സ്ട്രോക്ക് എന്ന് തന്നെ പറയാം. ഈ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ 24 hours ഈ സ്ട്രോക്കിന്റെ സിംറ്റംസ് നമുക്ക് അതായത് റിക്കവർ ആവും. സ്ട്രോക്ക് വരുന്നുണ്ട്, ആ സിംറ്റംസ് 24 hours റിക്കവർ ആവും. വളരെ കെയർ ചെയ്യുക, മെഡിക്കൽ ചെക്കപ്പ് എടുക്കുക, ഹെൽത്തിലി കോൺഷ്യസ് ആവുക, മെഡിസിൻ എടുക്കേണ്ടതെന്ന് വെച്ചാൽ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യുക. എന്താണ് ബ്രെയിൻ? ഓക്കെ, മെയിൻലി നമുക്ക് പറയാം ഒരു 3 ടൈപ്പായിട്ട്. നമുക്ക് സെറിബൽ കോർട്ടക്സ്, സെറിബെല്ലം, ബ്രെയിൻ സ്റ്റം. ബ്രെയിൻ സ്റ്റം എന്ന് പറഞ്ഞാൽ സ്പൈനൽ കോഡായിട്ട് ടച്ച് ചെയ്ത് കിടക്കുന്ന സ്ഥലമാണ് ബ്രെയിൻ സ്റ്റം. അപ്പോൾ ഈ സെറിബൽ കോർട്ടക്സ് ആണ് ബ്രെയിനിലെ ഏറ്റവും വലിയ പാർട്ട്. സെറിബെല്ലം എന്ന് പറയുന്നത് താഴെയായിട്ട് കാണുന്നതാണ്. ബ്രെയിനും സ്പൈനൽ കോഡും കൂടി ചേർന്ന സാധനമാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം കൺട്രോൾ. ബ്രെയിനാണ് അതിന്റെ പവർ സ്റ്റേഷൻ. ബ്രെയിൻ ഇല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങളൊന്നും നടക്കില്ല. പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത് ബ്രെയിനാണ്. ഓക്കെ. ബ്രെയിന് ഒരു വെള്ളത്തിൽ കിടക്കുന്ന പോലെയാണ് കിടക്കുന്നത്. ഒരു താറാവ് വെള്ളത്തിൽ കിടക്കുകയല്ലേ, അതുപോലെയാണ് ബ്രെയിൻ കിടക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് അറിയാം? CSF എന്ന് പറഞ്ഞാൽ അതെ, CSFലാണ് കിടക്കുന്നത്. ഇഞ്ചറി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രെയിനിനെ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അതാണ് ചെറിയ കുട്ടികളെ പിടിച്ചിട്ട് കുലുക്കരെന്ന് പറയുന്നില്ലേ, എടുത്തിട്ട് സന്തോഷിപ്പിക്കുക, ഓവർ ഹെഡ് ആയിട്ട് വെച്ചിട്ട് കുലുക്കരെന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് ബ്രെയിന് ഒരു വെള്ളത്തിൽ കിടക്കുന്ന പോലെ, ഒരു താറാവ് തടാകത്തിരിക്കുന്ന പോലെ കിടക്കുന്ന പോലെയാണ്, നീന്തി കളിക്കുന്ന പോലെ ആണ് ബ്രെയിൻ അവിടെ കിടക്കുന്നത്. ഓക്കെ. വെർട്ടിബിൾ കോളംസ് ആണ് ഉള്ളത്. അതേപോലെയാണ് സ്കള്ളാണ് നമുക്ക് ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന സാധനം. ഒരു ഇത് ഓക്കെ. ബ്രെയിൻ ഞാൻ പറഞ്ഞില്ല, ഇപ്പം സെറിബൽ കോർട്ടക്സ് ആണ് ഏറ്റവും വലിയ പാർട്ട്. 2 ഹെമിസ്ഫിയർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ലെഫ്റ്റിനെയും റൈറ്റിനെയും പിന്നെയും 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതേതൊക്കെ അറിയോ? ലോബ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ടെമ്പറൽ ലോബ്, ഒക്സിപിറ്റൽ ലോബ്, ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് റൈറ്റും ലെഫ്റ്റ് ആയിട്ട് 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനെ ഫസ്റ്റ് കാണുന്നത് ഫ്രണ്ടൽ ലോബ്. ഫ്രണ്ടൽ ലോബ് എന്ന് പറയുന്നത് മോട്ടോർ കൺട്രോൾ ആണ് ഇവിടെ നടക്കുന്നത്, അതായത് നമ്മളെ ചലനശേഷിനെ ഇത് ചെയ്യുന്നത്. പറൈറ്റൽ ലോബ് എന്ന് പറയുന്നത് നമ്മളെ സ്പർശനശേഷി, സെൻസറി ഭാഗം ഇവിടെയാണ് ഇത് ചെയ്യുന്നത്. ഒക്സിപിറ്റൽ എന്തായിരിക്കും? ആർക്കെങ്കിലും ഒരു ഇത് കൊടുക്കാൻ പറ്റും? ഒക്സിപിറ്റൽ ഇത് വിഷനാണ്. വിഷൻ കൺട്രോൾ ചെയ്യുന്ന ലോബാണ്.
ഓക്സിപിറ്റ്. ടെമ്പറൽ ലോബോ ഈ ഒരു ഭാഗം എന്തായിരിക്കും? ഹിയറിംഗ്, ഓഡിറ്ററി. ഹിയറിംഗ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മളെ റൈറ്റ് ലെഫ്റ്റ് ഭാഗത്തെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. റൈറ്റ് ഹെമിസ്ഫിയർ ലെഫ്റ്റ് ഭാഗത്തെയും ലെഫ്റ്റ് റൈറ്റിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ലെഫ്റ്റിനെ എന്തെങ്കിലും പറ്റിയാൽ എന്താ സംഭവിക്കുക? റൈറ്റ് ഭാഗത്താണ് ഉണ്ടാവുക. അപ്പോൾ നമ്മളെ ഡോമിനന്റ് ഏതായിരിക്കും? നമ്മുടെ ശക്തിയുള്ള ഹെമിസ്ഫിയർ ഏതായിരിക്കും? നമുക്ക് എപ്പോഴും റൈറ്റ് ഹാൻഡേഴ്സിന് എപ്പോഴും ലെഫ്റ്റ് ബ്രെയിൻ ആയിരിക്കും നല്ല സ്ട്രോങ് ആയിട്ടുണ്ടാവുക. ലെഫ്റ്റ് സൈഡ് ബ്രെയിൻ ആയിരിക്കും സ്ട്രോങ്, ഡോമിനന്റ്. അപ്പൊ എന്താ ഗുണം അത് എന്ന് പറഞ്ഞാല് നമുക്ക് ഇപ്പൊ സ്ട്രോക്ക് വന്നാൽ ചികിത്സിക്കാൻ വ്യത്യാസമുണ്ട്. അതുപോലെ ബ്രെയിനെ പെട്ടെന്ന് ടീച്ച് ചെയ്യിക്കാനും നമുക്ക് റൈറ്റ് സൈഡ് വീക്ക്നെസ് ആയിട്ടുള്ള സ്ട്രോക്ക് വന്നാൽ നമുക്ക് റിക്കവറി അവരെ പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റും. ലെഫ്റ്റ് വരുന്നതിന് നമുക്ക് ഇതാക്കുന്നതിന് അതിനൊരു ചെറിയ ലോജിക്ക് അതിനകത്തുണ്ട്. ഓക്കെ, പിന്നെ ഫംഗ്ഷനിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, റൈറ്റ് ബ്രെയിന് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ റൈറ്റ് ബ്രെയിൻ വിഷനും പ്രോബ്ലം, അതായത് അങ്ങനെ സ്ട്രോക്ക് വരുന്ന നേരം വിഷൻ പ്രോബ്ലംസ് ഉണ്ടാവും. അതേപോലെ ഈ കൺഫ്യൂഷൻ, കോൺസെൻട്രേഷൻ അങ്ങനത്തെ ബുദ്ധിമുട്ട്, കൊഗ്നിറ്റീവ് ഇമ്പയർമെന്റും കൂടുതൽ റൈറ്റ് ബ്രെയിൻ ഉണ്ടാകുന്ന സ്ട്രോക്കിനായിരിക്കും. ലെഫ്റ്റ് ബ്രെയിൻ ആകുന്ന നേരം മോട്ടോർ വീക്ക്നെസ്സും ഉണ്ടാവും. അതേപോലെ സ്പീച്ചും ലാംഗ്വേജും പോവും, പ്രോബ്ലംസ് ഉണ്ടാവും. ഓക്കെ, എന്തൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സ്? ഏജ് ഒരു ഫാക്ടറാണ്. 55 എബോവ് ആകുന്നവർക്കാണ് കോമൺ ആയിട്ട് കാണുന്നത്. പക്ഷെ ഇപ്പം ഏജ് ഒന്നും ഒരു ഇതല്ല, യങ് സ്ട്രോക്ക് കൂടുതൽ കാണപ്പെടുന്നുണ്ട്. അതേപോലെ ജെൻഡർ ഫീമെയിൽസിനാണ് കൂടുതൽ കാണപ്പെടുന്നത് സ്ട്രോക്ക്. പിന്നെ ഫാമിലി ഹിസ്റ്ററി ഇത് ഉണ്ടാവുന്നുണ്ട്. ഫാമിലി ഹിസ്റ്ററി ഉള്ളവർ ശ്രദ്ധിക്കുക, സ്ട്രോക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഹൈ റിസ്ക് ഫാക്ടർ മാനേജബിൾ ആയിട്ടുള്ളതാണെങ്കിൽ ബ്ലഡ് പ്രഷർ ഉണ്ട്, ആട്രിയൽ ഫിബ്രിലേഷൻ ഉണ്ട്, ഹൈ കൊളസ്ട്രോള്, സ്മോക്കിംഗ്, ഡയബറ്റിക്, ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ഒബേസിറ്റി. എന്തൊക്കെയാണ് എന്താ ഡയഗ്നോസ് ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്? ടൈം ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ കാര്യം? കാരണം ഞാൻ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞില്ല, ന്യൂറോൺസ് ഡെത്ത് ആയി കഴിഞ്ഞാൽ, അതായത് ഡാമേജ് വന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ബുദ്ധിമുട്ട് കൂടുതലുണ്ടാവും. ടൈമിൽ നമുക്ക് ആ ട്രീറ്റ്മെന്റ് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ മെഡിക്കലി നമുക്ക്, അതായത് സ്ട്രോക്ക് 2 തരം ഉണ്ടെന്ന് പറഞ്ഞു, ഇസ്കീമിക് ഉണ്ട്, ഹെമറേജിക് ഉണ്ട്. അതായത് ക്ലോട്ട് ആണെങ്കിൽ നമുക്ക് മെഡിസിൻ ഉണ്ട്, അവൈലബിൾ ആയിട്ടുള്ള മെഡിസിൻ ഉണ്ട്. അപ്പം ആ കോശങ്ങളെ നമുക്ക് എത്ര പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ, ആ ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ, ത്രോംബോലൈസ് എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കോശങ്ങൾ രക്ഷപ്പെടുത്താൻ പറ്റും. അതിനത്രയും റിക്കവറി കൂടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം അതിന് നമുക്ക് ഒരു സിംറ്റംസിനെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല, അതായത് ഒരു ഇതുണ്ട്, നമുക്കത് ബി ഫാസ്റ്റ് എന്ന് പറയാം. ഓക്കെ, ബാലൻസ് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് സ്ട്രോക്കിൽ കാണപ്പെടുന്നതാണ് ബാലൻസ്. ബി ഫോർ ബാലൻസ് ആണ്. ബാലൻസ് മിസ്സിംഗ് വരും. ഇപ്പൊ നമ്മൾ ഇതല്ലാത്ത പ്രൊഫഷണൽസ് അല്ലാത്ത ഒരു ആൾക്കാരുണ്ട് ഇവിടെ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. സൈഡ് കുഴയുന്ന പോലെ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ നടക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അയില് ഒരു വല കെട്ടിയ പോലെ ഫീൽ ചെയ്യും. വല കെട്ടുന്ന ഒരു ഫീൽ വരും. കണ്ണിന്റെ കാഴ്ചയിൽ ബുദ്ധിമുട്ട് വരും. എഫ് ഫോർ ഫേസ്, ഫേസിൽ ഒരു സൈഡ് കോടിയിട്ടുണ്ടാവും, ഒരു സൈഡിലേക്ക് വായൊന്ന് കോടിയ പോലെ കണ്ണ് ഡ്രോപ്പ് ആയിട്ടുള്ള, അതായത് നമ്മളെ ഈ ഒരു സൈഡിലെ കൈക്കും കാലിനും ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട്. എസ് ഫോർ സ്പീച്ച് ആണ്. സംസാരിക്കുന്നതിൽ സ്ലറിങ് വരും, അതായത് കുഞ്ഞിച്ച് വരാൻ ചാൻസ് ഉണ്ട്. അതായത് ടി എന്താണ്? ടൈം. ഇവിടെയാണ് ഇമ്പോർട്ടന്റ്. എല്ലാവരും ടൈം നല്ല ഗോൾഡൻ പീരീഡ് എത്രയാണെന്നറിയോ ആർക്കെങ്കിലും? 20 minutes ആണ് ഗോൾഡൻ പീരീഡ്. 20 to 3 hours, 3 to 4 hours വരെ 3 hours ആണ് ഇമ്പോർട്ടന്റ് ഗോൾഡൻ പീരീഡ് എന്ന് പറയുന്നത്. നമ്മൾ സ്ട്രോക്ക് വന്ന പേഷ്യന്റ് എവിടേക്കാണ് കൊണ്ടുപോകുക? നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇഞ്ചക്ഷൻ മാത്രമല്ല, CT അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ നോക്കണം. എന്തിനാ നമ്മൾ CT അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം എന്ന് പറയുന്നത്? കാരണം നമ്മൾ ഹെമറേജിക് ആയിട്ടുള്ള ഒരു സ്ട്രോക്കിന് കൊണ്ടുപോയിട്ട് ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ബ്ലീഡ് കൂടും. അപ്പൊ ഇത് രണ്ടും തിരിച്ചറിയണം. ക്ലോട്ട് അലിയിക്കാനുള്ള ഇഞ്ചക്ഷൻ ആണ് കൊടുക്കുന്നത്. അതായത് ബ്ലഡ് ഫ്ലോ കൂടും, പ്രോട്ടീൻ കുറയും. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഹെമറേജിക്, അതായത് CTയിലാണ് പെട്ടെന്ന് റിസൾട്ട് കിട്ടുക, പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം MRI എടുത്താലും മതി. കോസ്റ്റ് എഫക്റ്റീവ് ആണ്. അത് രണ്ടുമുണ്ട്. അപ്പം നമ്മൾ എവിടേക്കാണ് പോകേണ്ടത്? CT സ്കാനും കൂടി അവൈലബിൾ ആയിട്ടുള്ള. നമ്മളിപ്പോ ഒരു സ്ട്രോക്ക് പേഷ്യന്റ് ആണ്, നമുക്ക് ഏകദേശം മനസ്സിലായി. ഈ സിംറ്റംസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ
അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് ഒരു മെഡിക്കലി നിങ്ങൾക്ക് അറിയാലോ സ്റ്റേബിൾ ആണ്, അപ്പോൾ ആ പേഷ്യന്റ് ഒക്കെ മെഡിക്കലി സ്റ്റേബിൾ ആണ്, ശ്വാസം മുട്ടൽ അങ്ങനത്തെ ഒന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ അഡ്വാൻസ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. ഇപ്പം സ്ട്രോക്ക് യൂണിറ്റ് ഉണ്ട്. അപ്പം എല്ലാ താലൂക്ക് ഹോസ്പിറ്റൽ അങ്ങനത്തെ സ്ഥലത്തൊക്കെ നമുക്ക് ഈ ഒരു ഇഞ്ചക്ഷൻ അവൈലബിൾ ആണ് ഇപ്പോൾ. അപ്പൊ നമ്മൾ ആ സ്ഥലത്തേക്ക് പെട്ടെന്ന് കൊണ്ടുപോകുക, ചെറിയൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് അത്രയും സമയം കളയാതെ ഇത് സ്ട്രോക്ക് ആണ്, ഇയാൾക്ക് ഇങ്ങനെ സിംറ്റംസ് കാണുന്നുണ്ട്, ഒരു സൈഡ് കുഴയുന്നുണ്ട്, ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ CT ഉള്ള അഡ്വാൻസ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ, എല്ലാ ജില്ലാ ഹോസ്പിറ്റൽ, ബീച്ച് ഹോസ്പിറ്റൽ, അങ്ങനത്തെ ഇവിടെയുള്ള കോഴിക്കോടുള്ള എല്ലാ ഹോസ്പിറ്റലിലും സ്ട്രോക്ക് യൂണിറ്റ് ഉണ്ട്, അവിടെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞില്ലേ എന്തൊക്കെയാണ് അതിന്റെ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ CT ആദ്യം ഫിസിക്കലി എക്സാമിൻ ചെയ്യും, ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യും, എന്നിട്ട് CT ആണോ MRI ആണോ എന്ന് CT ആദ്യം എടുക്കും, ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ MRIയിലേക്ക് പോവുള്ളൂ, ഓപ്പറേഷൻ അങ്ങനത്തെ ഒക്കെ വരുന്നേരം മാത്രമേ MRIയിലേക്ക് പോകുള്ളൂ. പിന്നെ കരോട്ടിക് ഇത് ടൈം ഇതിനകത്ത് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് ഡയഗ്നോസ് ചെയ്യുന്ന ഇന്റർവെൻഷൻ. ടൈമിലി ഇന്റർവെൻഷൻ കൊടുത്തില്ലെങ്കിൽ നമുക്ക് വലിയൊരു ഡാമേജ്, അതായത് പെർമനന്റ് ഡിസബിലിറ്റി എന്നുള്ള രീതിയിലേക്ക് ആവുന്നതുകൊണ്ടാണ് ഈ സ്ട്രോക്കിന് നമ്മൾ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ബെനിഫിറ്റ്സ് ഫിസിയോതെറാപ്പി ഈ നമ്മൾ ഈ സ്ട്രോക്കിനെ പറ്റി പറയുന്ന പോലെ തന്നെ സ്ട്രോക്കിന് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ പെട്ടെന്ന് കൊണ്ടുപോയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് സ്ട്രോക്കിൽ എത്രയും പെട്ടെന്ന് റീഹാബിലിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഡിസബിലിറ്റി നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് പെർമനന്റ് നമ്മൾ എത്ര പെട്ടെന്ന് അത് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തില്ല, കുറച്ചു കാലം കഴിഞ്ഞിട്ട് ആള് വളരെ വീക്കാണല്ലോ, കുറച്ച് ദിവസം വീട്ടിൽ കിടക്കട്ടെ എന്ന് വിചാരിച്ച് ഇരിക്കുന്ന പല ആൾക്കാരെയും പണ്ടാണ്, ഇപ്പോൾ കാണുന്നില്ല. അപ്പം പെട്ടെന്ന് റീഹാബിലിറ്റേഷൻ കുറച്ചുകൂടി എല്ലാവരും ഒന്ന് അവെയർ ആണ്, എല്ലാവരും റീഹാബിലിറ്റേഷൻ പണ്ടങ്ങനെ അല്ലായിരുന്നു. ഓക്കെ, എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഡെയിലി ആക്ടിവിറ്റീസിനെ അതായത് എൻഹാൻസ് ചെയ്യാൻ നമുക്ക് ഫിസിയോതെറാപ്പിയിലൂടെ സാധിക്കും. അതേപോലെ റിസ്ക് ഫാക്ടേഴ്സ് കുറയ്ക്കാൻ പറ്റും, ബ്ലഡ് സോർ, അതേപോലെ കൺട്രാക്ഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് സെക്കൻഡറി ഇഷ്യൂസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതേപോലെ പേഷ്യന്റിനെ റിക്കവറിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഏർലി സ്റ്റേജിൽ നമ്മൾ എന്തൊക്കെ ഫിസിയോതെറാപ്പി എന്താ ചെയ്യുക, നമ്മൾ ഇതിനകത്തിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് കൈ ഇളകുന്നില്ല, ആ കൈ ഇളകുന്നത് ഇളക്കാനുള്ളത് എന്താണോ അതാണ് ഗോൾ. ഒരാൾക്ക് കാലിളകുന്നില്ല, എല്ലാവരും ഗോൾ സെറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതാകുന്ന നേരം സിമ്പിൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ സംഭവം. ഫിസിയോതെറാപ്പിയിൽ ഫസ്റ്റ് തന്നെ നമ്മൾ ഏർലി അസസ് ചെയ്യുന്നു, ഗോൾ സെറ്റ് ചെയ്യുന്നു, ഏർലി മൊബിലൈസേഷൻ, അതായത് ഏർലി മൊബിലൈസേഷൻ ചെയ്യുന്നതിന് ബ്ലഡ് ഫ്ലോ അങ്ങനത്തെ കാര്യങ്ങളും കൺട്രാക്ഷൻ ഒക്കെ ഇല്ലാണ്ടാവും, റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസ്, ഇൻഡിപെൻഡന്റ് മൊബിലിറ്റി എന്നുള്ള രീതിയിലേക്ക് പേഷ്യനെ കൊണ്ടുവരും. അത് കഴിഞ്ഞ് ഏർലി കഴിഞ്ഞാൽ പിന്നെ അഡ്വാൻസ് ഇതിലേക്ക് വരും. അഡ്വാൻസ് എന്ന് പറയുമ്പോൾ സ്ട്രെങ്തനിങ് എക്സസൈസ് ആണ് വരിക, സ്ട്രെങ്തനിങ് റെസ്റ്റ് എക്സസൈസ്, ബോഡി വെയിറ്റ് എക്സസൈസ് ആണ് അതിന് കൊടുക്കുക. പിന്നെ റീഹാബിലിറ്റേഷൻ, ബാലൻസ് എക്സസൈസ് വരും. സാധാരണ രീതിയിലുള്ള എല്ലാ പ്രോട്ടോകോളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകും. അതേപോലെ VR വെർച്വൽ റിയാലിറ്റി തെറാപ്പി ഉണ്ട്, അതേപോലെ മോട്ടോർ ഇമേജിനറി ഇതൊക്കെ ഇതൊക്കെ എല്ലാവരും ഫെമിലിയർ ആയിരിക്കും. എങ്ങനെ നമുക്ക് സ്ട്രോക്ക് പ്രിവെന്റ് ചെയ്യാം, അടുത്ത ലാസ്റ്റ് ആയിട്ടുള്ള എന്തൊക്കെ ചെയ്താൽ നമുക്ക് സ്ട്രോക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുക, ഹെൽത്ത് ചെക്കപ്പ്, അതേപോലെ പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിൻ, ഒരു ഷുഗറിന്റെ ആയാലും പ്രഷറിന്റെ ആയാലും കൊളസ്ട്രോളിന്റെ ആയാലും മെഡിസിൻ തന്നാൽ അത് നോർമലായിട്ട് കഴിഞ്ഞ് നോർമലാവും, മെഡിസിന്റെ ഇതുകൊണ്ട് നോർമലാവും. പക്ഷെ ആ നോർമല് ചിലപ്പോൾ ആ മെഡിസിന്റെ എഫക്റ്റ് കൊണ്ടായിരിക്കും നോർമലായിട്ടിരിക്കുന്നത്. അപ്പം സാധാരണ കാണപ്പെടുന്നത് അവര് നിർത്തും, ആ നോർമൽ തന്നെ നിൽക്കും, പെട്ടെന്നാക്കി ഇത് ബൂസ്റ്റ് ആവുക. അങ്ങനെയാണ് 90% സ്ട്രോക്ക് കാണപ്പെടുന്നത്. ഇവർ BP-യുടെയും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. കുറച്ചു കാലം കഴിക്കും, കുറച്ചു കാലം കഴിഞ്ഞാൽ ഞാനിത് കഴിക്കുന്നത് നോർമൽ ആയാലോ എന്ന് വിചാരിച്ചിട്ട് മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യും. ഇത് മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് സ്ട്രോക്ക് വരാനുള്ള കാരണങ്ങളിൽ 3 എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോളും ഷുഗറും പ്രഷറും ആണ്. ഈ 3 നമുക്ക് അപ്പൊ അത് കൺട്രോൾ ചെയ്താൽ തന്നെ നമുക്ക് ഈ സ്ട്രോക്ക് എന്നുള്ള സാധനം നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. യങ് സ്ട്രോക്കിന്റെ അൺനോൺ ആണ് ശരിക്ക്. മിക്കവാറും മാൽഫങ്ഷൻ ഉണ്ട്, അതായത് ജന്മന അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും. ഒരു 20-25 വയസ്സിന്റെ ഉള്ളിലാണ് അവർക്കത് നമ്മളെ ഈ ഡെയിലി ലൈഫിൽ ഉണ്ടാകുന്ന ഓരോരു കാരണം കൊണ്ട് അത് വർക്കാവുകയും ഹെമറേജിക് ആയിട്ടാണ്, അത് പൊട്ടിയിട്ടുള്ള ഇതായിട്ടാണ് കൂടുതൽ കാണപ്പെടുന്നത്. അത് പിന്നെ നമുക്ക് തടയാൻ പറ്റാത്തൊരു ഇതാണ്, ആദ്യമേ അറിയേണ്ട ഒരവസ്ഥ വരും, എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അറിയുന്ന. യങ് സ്ട്രോക്ക് സാധാരണ അല്ലാതെ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ 40 എബോവ് ഉള്ളതാണ്. 40 എബോവ് ആണ് ഇപ്പം അതൊക്കെ ലെഫ്റ്റും റൈറ്റും അല്ലാതെ മോണോപ്ലീറ്റ്, അതൊരു സൈഡ്, പിന്നെ ആർട്ടറി ബേസ് ആയിട്ട് നടത്തിയിട്ടുണ്ട്. അതായത് പോസ്റ്റീരിയർ, അത് ഓരോരോ ഞാൻ പറഞ്ഞ സർക്കുലോഫിലിസ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, അതിനകത്തില് PCA പോസ്റ്റീരിയർ സെറിബ്രൽ ആർട്ടറിക്ക് ഹെമറേജിക്ക് അത് ഇതുപോലെ തന്നെയുള്ള ഫാക്ടേഴ്സ്, അതായത് ക്ലോട്ട് എവിടെയാണോ, ലൊക്കേഷൻ എവിടെയാണോ അതിനനുസരിച്ചിട്ടാണ്. നമ്മളിപ്പം ബ്ലഡ് പൊട്ടുന്നത് എവിടെയാണോ അതിനനുസരിച്ചിട്ടാണ്. ബ്രെയിനിന്റെ ഏത് ലൊക്കേഷൻ, ഏത് ഫംഗ്ഷനാണ് ബാധിക്കുന്ന സ്ഥലത്താണോ
ബുദ്ധിമുട്ടാണ്. പിന്നെ അത് കൺസർവേറ്റീവ് ട്രീറ്റ്മെന്റ് മാത്രമേ സാധിക്കുള്ളൂ ചില കേസിന്. ന്യൂറോ സർജൻസ് ആണ് ഇതൊക്കെ തീരുമാനിക്കുക, ലൊക്കേഷൻ ഏതൊക്കെ ലൊക്കേഷനിലൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അവസ്മാരം, സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ചിലർക്ക് അവസ്മാരം വരും. അതായത് ട്രോമാറ്റിക് ഇഞ്ചുറിക്കൊക്കെയാണ് സാധാരണ വരാറ്.